ഹലോ ഗേസ്, എൻ്റെ ഈ യൂട്യൂബ് ചരിത്രത്തിലെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ ഇത്. ലോങ് എന്ന് പറയുമ്പോൾ അങ്ങ് 4 മിനിറ്റ് ദൈർഘ്യമുണ്ട് എൻ്റെ വീഡിയോ. ഷോർട്സ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും, പക്ഷേ ലോങ് അങ്ങനെയല്ല. അതുകൊണ്ട് കൂടിപ്പോയ ഒരു 10 പേര്, അത്ര പേരൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ഞാനൊരു ഡേ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആദ്യത്തൊക്കെ വീഡിയോസ് എടുത്തില്ല, ഞാൻ ഇതൊക്കെ മറന്നുപോയി. ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ആദ്യം മുതലേ ഉള്ളത്, നമ്മൾ എണീറ്റ് ബ്രഷ് ചെയ്യുന്നത് വരെ ഉള്ളത് കാണിക്കണമല്ലോ. ഞാൻ പിന്നെ യാതൊരു മടിയില്ലാത്ത നല്ല കൊച്ചായതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. എൻ്റെ മെഹസൂൻ്റെ തീരുമാനം പോലെ ഇരിക്കും അന്നത്തെ ദിവസം മീൻകറിയാണോ ചമ്മന്തിയാണോ എന്നുള്ളത്. ചില ദിവസങ്ങളിൽ നല്ല നിർബന്ധം ഉണ്ടെങ്കിൽ മീൻ കണ്ടിക്കാൻ അവൾ സമ്മതിക്കത്തില്ല. അന്ന് നമ്മൾ എന്ത് ചെയ്യും, ചമ്മന്തി ഇറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമ്മൾ മറികടക്കണമല്ലോ. അതുകൊണ്ട് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ മീൻ കണ്ടിച്ച് വയ്ക്കും. അങ്ങനെ ഇന്നലെ രാത്രി കണ്ടിച്ച് വെച്ച മീനിലേക്കാണ് നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് വിരവ് വയ്ക്കാൻ പോകുന്നത്. അരപ്പിന് വേണ്ടി ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, പിന്നെ ലേശം കായം, പിന്നെ വിനാഗിരി ഒഴിക്കുന്നോ വേണ്ടയോ എന്നത് തോന്നൽ പോലെ ഇരിക്കും. പിന്നെ ഒരു ലോഡ് ഇഞ്ചിയും വെളുത്തുള്ളി, അത് എത്രത്തോളം വാരിടാൻ പറ്റുന്നോ അത്രത്തോളം ഞാൻ വാരിയിടും. അത് എന്തിനാന്ന് ചോദിച്ചാൽ മീൻ പൊരിച്ച് കഴിക്കുമ്പോൾ മീൻ പൊരിച്ചതാ എന്നൊരു തോന്നൽ വരണമെങ്കിൽ എനിക്ക് അത്ര ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു അവസാന നിമിഷം ഒരു 3-4 കറിവേപ്പില മിക്സിയിലോട്ടിട്ട് ഒരു ക്രഷ്. കറിവേപ്പില അരഞ്ഞോന്ന് ആരെങ്കിലും ചോദിച്ചേ ഇല്ല. അരഞ്ഞില്ലേന്ന് ചോദിച്ചാൽ അരഞ്ഞിട്ടുണ്ട്. ആ ഒരു അന്തസ്സിൽ പൊരിക്കുന്ന മീന് എന്നാ ടേസ്റ്റാന്ന് അറിയാവോ? വാപ്പ ഇന്നലെ വന്നപ്പോൾ 2 വാള വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് നമുക്കിന്ന് ചട്ടിയിലോട്ടാക്കണം. എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ അമ്മ വാളയുടെയൊക്കെ മുള്ള് വലിച്ചൂരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഒരു എളുപ്പത്തിന് ഞാൻ മുള്ള് കണ്ടിച്ചളയണേ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് കത്തി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം കത്രിക വെച്ച് ചെയ്യുന്നതാണ്. ബലൂൺ വിഴുങ്ങിയ മീനോ, എന്തുവാ ഇത്? ബലൂൺ പോലെ തോന്നിക്കുന്ന എന്തോ ഒരു സാധനം മീനിൻ്റെ വയറ്റിൻ്റെ അകത്ത് നീട്ടി. മീനിൻ്റെ ലാർജോ സ്മാളോ ആ ഒരു വകയിൽപ്പെട്ട ഏതോ ഒരു ഇൻഡസ്ട്രീൻ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് എടുത്തത്, അതുകൊണ്ട് സുവോളജി അത്ര വശമില്ല. അത് കഴിഞ്ഞിട്ട് പോയി ഡയാലിസിസ് എടുത്ത്. അതിൽ പിന്നെ മീനിൻ്റെ കിഡ്നിയെ പറ്റിയല്ലല്ലോ പഠിപ്പിക്കുന്നത്. മീൻകറി പിന്നെ അടുപ്പത്തായ പിന്നെ വലിയൊരു ജോലി കഴിഞ്ഞ ഒരു മട്ടായി എനിക്ക്. ഗ്യാസിൻ്റെ പിറകൊക്കെ ഒന്ന് തുടച്ച് പാത്രമൊക്കെ കഴിവെച്ച ജോലിയെല്ലാം ഡൺ. പിന്നെ നമുക്ക് മീനൊക്കെ പൊരിക്കാനുണ്ടേ, നേരത്തെ നമ്മൾ വിരവി വെച്ചത്. സൗണ്ടല്ലേ, അതിനിപ്പം ഇടാവേ. ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട സോങ് ഇത് മോക്ക് വെച്ച് കൊടുക്കുന്ന പാട്ടാണ്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഡാൻസ് ചെയ്യാം. പിന്നെ പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു മത്തങ്ങ ഇരിക്കുന്നു. എങ്കിൽ ഞാൻ കരുതി അതെടുത്ത് അങ്ങ് കറി വയ്ക്കുക. വീട്ടിലെ എല്ലാ ദിവസവും പയർ വെച്ച് എന്തെങ്കിലും ഒരു കലാപരിപാടി കാണും. എനിക്ക് ഈ പഞ്ചാരം തേങ്ങയിട്ട് പയർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു പറ്റിയിൽ ഇതങ്ങ് കറിയാക്കി. നേരത്തെ പൊരിച്ച മീൻ ഞാൻ അതങ്ങ് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പയറിൽ കുറച്ച് ഉപ്പ് ഇട്ട് അതങ്ങ് വിസിലേപ്പിക്കാൻ വെച്ച്. ഇപ്പോൾ തന്നെ കുറെ പിന്നെ ആയെന്ന് തോന്നുന്നു. ആദ്യമായിട്ടായതുകൊണ്ടാണേ, മാമനോടൊന്നും തോന്നല്ലേ. ഇതൊരു രസകരമായ ഒരു കുളിയാണ്. ഇതിനെയാണ് ഞാൻ 2 in 1 കുളി എന്ന് പറയുന്നത്. അതായത് അവള് കുളിക്കുമ്പോൾ എനിക്കും കുളിക്കാം. ഇതാകുമ്പോൾ വെള്ളം ലാഭമാ, ഒരാൾക്ക് മതി വെള്ളം. ഈ ചിരിക്കുന്ന എങ്ങനെയാ? അങ്ങനെയാണോ ഈ ചിരിക്കുന്ന എങ്ങനെയാ? ഒരു ഉമ്മത്താമ്മച്ചിക്ക് ഉമ്മത്ത. എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇവക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. ഉടുപ്പ് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഓട്ടോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലൊക്കെ അവളെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് ഇരുത്തും. ഈ ഉമ്മ നിങ്ങൾക്കുള്ളതാണേ. അപ്പം ബൈ, സി യു, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.